ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ഇൻഫോ അപ്റ്റർ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത മൾട്ടിവേഴ്സ് സീരീസ് 3 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന BGMA ടൂർണമെന്റ് സെമി ഫൈനൽസിന്റെ ഗ്രൂപ്പ് എയുടെ ലാസ്റ്റ് മാച്ചുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതിൽ. ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കുകയാണെങ്കിൽ നോണെക്സിന്റെ വേറെ ലെവൽ ഡോമിനേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഡേ 1 അവർ 3-ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇന്നലെ 6 മാച്ചുകളിൽ 71 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് ആ ഒരു ആഷ് 1 പൊസിഷനിലേക്ക് ടീം എത്തിയിരിക്കുകയാണ്. വേറെ ലെവൽ ഡോമിനേഷൻ ടീം കാഴ്ചവെച്ച് അങ്ങനെ 120 പോയിന്റ് ആയിട്ട് അവർ ആഷ് 1 പൊസിഷനിൽ നോണെക്സ് നിൽക്കുന്നുണ്ട്, നമ്മുടെ മല്ലു ഓർഗ്. ആൻഡ് സെക്കൻഡ് കാർണിവൽ ഗെയിമിംഗ് ആണ് നിൽക്കുന്നത് 108 പോയിന്റ് ആയിട്ട്. തേർഡ് ടീം എഗി നിൽക്കുന്നുണ്ട് 87 പോയിന്റ് ആയിട്ട്. സോള് ഡേ 1 ടോപ്പ് 8 ഇല്ലായിരുന്നു, പക്ഷെ ഇന്നലെ ആ ഒരു ടോപ്പ് 8 8-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് 68 പോയിന്റ് ആയിട്ട്. വെറും 2 പോയിന്റിന്റെ ഡിഫറൻസിലാണ് സോള് ക്വാളിഫൈ ആയിട്ടുള്ളത്. ടോപ്പ് 8 ടീമുകളാണ് ഇതിൽ നിന്നും ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയത്. ബാക്കിയുള്ള ടീമുകൾ പുറത്തായിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഗോളിലേക്ക് ഒരു 2 പോയിന്റിന്റെ ഡിഫറൻസിൽ സോളുമായിട്ടുള്ള ആ 2 പോയിന്റിന്റെ ഡിഫറൻസിൽ ഗോളിലേക്ക് പുറത്തായിരിക്കുകയാണ്. 9-ാം സ്ഥാനത്താണ് ഗോളിലേക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ടോപ്പ് ടീമുകളായുള്ള വസിഷ്ഠ, മെഡലി സ്പോർട്സ്, 8-ബിറ്റിന് ഒന്നും ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ ക്വാളിഫൈ ആയി. ഗ്രൂപ്പ് ബിയിൽ നിന്നും ടോപ്പ് 8 ടീമുകൾ, അങ്ങനെ 16 ടീമുകളാണ് ഇതിന്റെ ഗ്രാൻഡ് ഫൈനൽ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത്. നമുക്ക് തിങ്കളാഴ്ച കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോബോട്ട്സ് സ്പോർട്സും അവരുടെ പോക്കിമോൻ യുണൈറ്റ് റോസ്റ്റേഴ്സിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു വമ്പൻ പോക്കിമോൻ യുണൈറ്റഡിന്റെ ഓപ്പൺ ഫോർ ആൾ ഇവന്റ് വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു അനൗൺസ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ SA2 വൺ ഓഫ് ദി ഫൗണ്ടർ ആയുള്ള 8-ബിറ്റ് തഗ് SA2 സ്പോർട്സിന്റെ ഇയർലി എക്സ്പെൻസ് പുറത്ത് വിട്ടിരിക്കുകയാണ്. അവരുടെ ഒരു ഗെയിമിംഗ് ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പ്ലേയേഴ്സിന്റെ സാലറി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷത്തിൽ 8 കോടിക്ക് മുകളിലാണ് അവരുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഓർഗ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു ഓർഗിനും ചിലപ്പോൾ ഇത്രത്തോളം എക്സ്പെൻസ് ഉണ്ടാവില്ല, മേ ബി ഗോളിലേക്കിനൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും ഇത്രത്തോളം അവർ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലാഭം എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗെയിമിംഗ് ഓർഗ് റൺ ചെയ്തിട്ട് ഇത്രത്തോളം റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഊഹിച്ചു പോകും, അല്ലെങ്കിൽ അന്തം വിട്ടു പോകും. അത്രത്തോളം റവന്യൂ ആണ് നമ്മളെ SA2 ഗെയിമിംഗ് ഹൗസ് അല്ലെങ്കിൽ SA2 ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മൾ 1M ഒഫീഷ്യൽ കണ്ടക്ട് ചെയ്യുന്ന 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ സെമി ഫൈനൽസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ നമ്മളെ ക്വാർട്ടർ ഫൈനൽസിൽ ഒരു ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മളെ ടീം ലോൾസ് അല്ലെങ്കിൽ ലോൾസിന്റെ ടീമായുള്ള TGL മാസ്റ്റർ മൈൻഡ് എന്നുള്ള ടീം ക്വാർട്ടർ ഫൈനൽസിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മളെ ലോൾസ് അത് ഫുള്ളി ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീമിൻ്റെ കയ്യിൽ നമ്മളെ POVയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ടീമിൻ്റെ കയ്യിൽ ഹാൻഡ് ക്യാം ഇല്ലാത്തത് കൊണ്ടാണ് ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതെന്നാണ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ TOS ലോൾസിനെ അറിയിച്ചിട്ടുള്ളത്. അതിലെടുത്തു പറയേണ്ടത് ബാക്കിയുള്ള ടീമുകൾക്കൊന്നും ഈ ഒരു റൂള് ബാധകമല്ല. ബാക്കിയുള്ള ടീമുകളൊക്കെ നമ്മളെ ലാൻ ഇവന്റ് കളിച്ചതുകൊണ്ട് അവർക്ക് ഹാൻഡ് ക്യാം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഹാൻഡ് ക്യാം വേണമെന്നുള്ള രീതിയിലായിരുന്നു TOS അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡിസ്ക്വാളിഫൈ എന്നുള്ള രീതിയിലേക്ക് അവരെത്തിയിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഈ ഒരു ന്യൂസ് ഭയങ്കര രീതിയിൽ സ്പ്രെഡ് ആവുകയും കുറേ പേര് ഹെയ്റ്റ് അല്ലെങ്കിൽ കുറേ പേര് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ ആ ഒരു TOS അല്ലെങ്കിൽ 1M ഒഫീഷ്യൽസ് അവരുടെ ആ ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഡിസ്ക്വാളിഫൈ ചെയ്യാതെ ഈ ഒരു ടീമിന് വീണ്ടും അവസരം, സെമി ഫൈനൽസിലേക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. സെമി ഫൈനൽസിൽ ഈ ഒരു ടീമും കളിക്കുന്നുണ്ട്. അതിനിതിൽ എടുത്തു പറയേണ്ട ഒരു ടീമും അവിടെ ഹാൻഡ് ക്യാമോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാം തേർഡ് പാർട്ടി ഇവന്റുകൾ വലിയ സീരീസിലൊന്നുമല്ല കളിക്കാറുള്ളത്. ആ ഒരു രീതിയിൽ തന്നെ ജസ്റ്റ് എല്ലാവരും POV മാത്രം റെക്കോർഡ് ചെയ്യും, ഹാൻഡ് ക്യാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ ടീമുകളും അതിലുണ്ടായിരുന്നത്. പക്ഷേ നമ്മളെ ലോൾസിൻ്റെ ടീമിനെ മാത്രം ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതൊരു ഇതായിട്ട് തോന്നിയില്ല. ആൻഡ് അതിനെതിരെയാണ് ഒരുപാട് പേര് റിയാക്ട് ചെയ്തത്. എന്തായാലും ടീം ഇപ്പോൾ സെമി ഫൈനൽസ് കളിക്കുന്നുണ്ട്. ആൻഡ് സെമി ഫൈനൽസിന്റെ ഡേ 1 അവസാനിച്ചപ്പോൾ വസിഷ്ഠ സ്പോർട്സ് ആണ് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്ന 37 പോയിന്റ് ആയിട്ട്. സെക്കൻഡ് 8-ബിറ്റ് നിൽക്കുന്നതിന് 36 പോയിന്റ് ആയിട്ട്. തേർഡ് മെഡൽ നിൽക്കുന്നതിന് 36 പോയിന്റ് ആയിട്ട്. 7-ാം സ്ഥാനത്ത് നമ്മളെ കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 29 പോയിന്റ് ആയിട്ട്. 8-ാം സ്ഥാനത്ത് സോൾ നിൽക്കുന്നുണ്ട് 29 പോയിന്റ് ആയിട്ട്. 12-ാം സ്ഥാനത്ത് ഗോളിലേക്ക് നിൽക്കുന്നുണ്ട് 22 പോയിന്റ് ആയിട്ട്. 16-ാം സ്ഥാനത്ത് നമ്മളെ മല്ലൂർഗുള്ള നോണെക്സ് നിൽക്കുന്നുണ്ട് 14 പോയിന്റോടെ. ഇനി സെമി ഫൈനൽസിൻ്റെ ഡേ 2 മത്സരങ്ങൾ നമുക്കിനി തിങ്കളാഴ്ച കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി വരുന്ന 3 ദിവസങ്ങൾ നമ്മളുടെ ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ ലാസ്റ്റ് വീക്ക് മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. 3 ദിവസം കൂടി ഇതിലുള്ളൂ. അതിൽ നിന്ന് ടോപ്പ് 16 ടീമുകളാണ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. നോയിഡ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആ ഒരു ലാൻഡ് ഫൈനൽസ് നടക്കാൻ പോകുന്നത്. ജനുവരി 31 മുതൽ ഫെബ്രുവരി 2 3 ദിവസമായിരിക്കും ആ ഒരു ലാൻഡ് ഫൈനൽസ്. നമുക്ക് നോക്കാം ഏതൊക്കെ 16 ടീമുകളാണ് ആ ഒരു ലാൻഡിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ ഇപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ ഗൈസ്.